സ്കൂൾ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിക്ക് നാടിന്റെയും സഹപാഠികളുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മലപ്പുറം കോട്ടയ്ക്കൽ അരിച്ചോളിലെ കൈതവളപ്പിൽ അയ്യൂബ് റമല ദമ്പതികളുടെ മകനായ മുഹമ്മദ് സാദിഖ് എന്ന 20-കാരനാണ് അതിദാരുണമായി മരിച്ചത്. തിരുവങ്ങാടി PSMO കോളേജ് വിദ്യാർത്ഥിയും കോളേജ് യൂണിയൻ സ്റ്റുഡന്റ് എഡിറ്ററുമായിരുന്നു സാദിഖ്. അപ്രതീക്ഷിതമായ അപകടത്തിൽ മുഹമ്മദ് സാദിഖ് എന്ന 20-കാരൻ മരണപ്പെട്ടുവെന്നത് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല നാടിനും നാട്ടുകാർക്കും, ഒപ്പം തിരുവങ്ങാടി PSMO കോളേജിലെ വിദ്യാർത്ഥികൾക്കും. അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു മുഹമ്മദ് സാദിഖ്. ചന്തപ്പടിയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സ്കൂട്ടറും സ്കൂൾ ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ കോളേജ് യൂണിയൻ സ്റ്റുഡന്റ് എഡിറ്ററായ സാദിഖിനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപകടത്തിൽ മുന്നിയൂർ കളിയാട്ടുമുക്ക് എടശ്ശേരി ബഷീറിന്റെ മകൻ ബാസിദിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ചെമ്മാട് ഭാഗത്തുനിന്നും വരികയായിരുന്ന സ്കൂൾ ബസ്സിലാണ് സ്കൂട്ടർ ഇടിച്ചത്. കോട്ടയ്ക്കൽ അരിച്ചോൾ സ്വദേശി കൈതവളപ്പിൽ അയ്യൂബ് റമല ദമ്പതികളുടെ മകനാണ് സാദിഖ്. ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് സുഹൃത്ത് വലയം തീർക്കാൻ കഴിഞ്ഞ വ്യക്തിത്വമായിരുന്നു സാദിഖിന്റേത്. അരിച്ചോൾ പവർ കിങ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ലൈബ്രറിയനായിരുന്നു യുവാവ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം തിരുവങ്ങാടി PSMO കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിച്ചത്. തുടർന്ന് വീട്ടിലും പൊതുദർശനത്തിന് വെച്ചു. ബന്ധുക്കളും നാട്ടുകാരും കുടുംബാംഗങ്ങളും കണ്ണീരോടെ സാദിഖിന് യാത്രാമൊഴി നൽകി. അരീച്ചൂർ നിരപ്പറമ്പ് പള്ളിയിലായിരുന്നു ജനാസ നമസ്കാരം. തുടർന്ന് ചങ്കോട്ടിക്കുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരുന്നു ഖബറടക്കം. റിസ്വാൻ, റാസ എന്നിവരാണ് മരണപ്പെട്ട മുഹമ്മദ് സാദിഖിന്റെ സഹോദരങ്ങൾ. മലബാർ ടൈംസ്, കോട്ടയ്ക്കൽ.